ഗാസയിൽ ന്യൂക്ലിയർ ബോംബ് പ്രയോഗിക്കുന്നതും പരിഗണിക്കണമെന്ന് അഭിപ്രായപ്പെട്ട ക്യാബിനറ്റ് മന്ത്രി അമിചായി എലിയാഹുവിനെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കി. മന്ത്രിയുടെ പരാമർശം വ്യാപകമായ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. രാജ്യാന്തര യുദ്ധ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളായിരിക്കും ഇസ്രായേലിൻ്റേത് എന്ന കാര്യം നെതന്യാഹു ആവർത്തിച്ച് വ്യക്തമാക്കി. അതേസമയം ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ. കരയാക്രമണം തുടങ്ങി ഇതുവരെ ഗാസയിലെ 2500ഓളം കേന്ദ്രങ്ങളെ ആക്രമിച്ചതായി ഇസ്രായേലി സൈന്യം വ്യക്തമാക്കി. ഗാസയിലെ മഗാസി അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 33 പേർ മരിച്ചതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇസ്രായേലി ആക്രമണങ്ങളിൽ ഗാസയിൽ മരിച്ചവരുടെ എണ്ണം 10,000 കടന്നതായാണ് സൂചന. 11 ലക്ഷത്തിലധികം ആളുകൾ അഭയാർത്ഥികളായി മാറിയതായി ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കി. അതേസമയം ഇറാന്റെ പിന്തുണയോടെ ലെബനോനിൽ നിന്നും ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്ന ഹിസ്ബുള്ള തീവ്രവാദികൾ പുതിയ യുദ്ധമുഖം തുറന്നേക്കുമെന്ന സൂചനകളെ തുടർന്ന് മേഖലയിലെ തങ്ങളുടെ സൈനിക സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിനായി അമേരിക്ക രണ്ടാമതൊരു കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ കൂടി മിഡിൽ ഈസ്റ്റിലേക്ക് എത്തിച്ചിട്ടുണ്ട്. US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നതനുസരിച്ച് ഈ മേഖലയിലെ ഏറ്റവും പുതിയ സ്ട്രൈക്ക് ഗ്രൂപ്പിൽ മുൻനിര വിമാനവാഹിനി കപ്പൽ USS ഡ്വൈറ്റ് ഡി ഐസൻഹോവർ, ഗൈഡഡ് മിസൈൽ ക്രൂയിസറും ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളും, ഒരു കാരിയർ എയർവിങ്ങും അതിന്റെ 9 സ്ക്വാഡ്രനുകളും ഇൻഫർമേഷൻ വാർഫെയർ കമാൻഡറും ഉൾപ്പെടുന്ന വലിയ സൈനിക നിരയാണ് ഉള്ളത്. അതേസമയം ചർച്ചകൾക്കായി തുർക്കിയിലേക്ക് തിരിക്കുന്നതിന് മുന്നോടിയായി വെസ്റ്റ് ബാങ്കിലെ റാമല്ലയിലെത്തിയ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസുമായി കൂടിക്കാഴ്ച നടത്തി. തുർക്കിയിൽ നടക്കുന്ന ചർച്ചകൾക്ക് ശേഷം ആന്റണി ബ്ലിങ്കൻ ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് അൽ സുഡാനിയുമായും കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും സൂചനകളുണ്ട്. അതേസമയം ഗാസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. ഇന്തോനേഷ്യയിലും ലണ്ടനിലും വാഷിംഗ്ടണിലും ബെർലിനിലും ഇസ്താംബൂളിലും അടക്കം നിരവധി സ്ഥലങ്ങളിൽ ആളുകൾ തെരുവിലിറങ്ങി. ഈജിപ്തിലെ റാഫ കവാടം വഴി 100ഓളം ബ്രിട്ടീഷ് പൗരന്മാർ റാഫ അതിർത്തി കടന്നതായി ബ്രിട്ടീഷ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ വ്യക്തമാക്കി. നിലവിൽ ഗാസയിലേക്കുള്ള അടിയന്തര സഹായങ്ങളുമായി ഈജിപ്തിലെ റാഫ അതിർത്തിയിൽ നിരവധി ട്രക്കുകൾ കെട്ടിക്കിടക്കുന്നതായും സൂചനകളുണ്ട്.